മദ്യത വരാനുള്ള കാരണങ്ങൾ സ്ത്രീകളിലും ഉണ്ടാവാം, പുരുഷന്മാരിലും ഉണ്ടാവാം. രണ്ടുപേർക്കും പ്രോബ്ലംസ് ഉണ്ടാവാം. പക്ഷേ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കപ്പിളായിട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. കാരണം എൻഡ് റിസൾട്ടായിട്ട് അവർ കൺസീവ് ചെയ്യാനുള്ളതാണ്. സ്ത്രീകളിൽ മദ്യതയ്ക്ക് പല കാരണങ്ങളുണ്ട്. ഇത് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന യൂട്രസിലുണ്ടാകുന്ന കാരണങ്ങളാണ്. മുഴ, ഫൈബ്രോയിഡ്, പോളിപ്പ്, ഇതൊക്കെ കറക്റ്റബിളായ കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കുക മാത്രമേ വേണ്ടൂ. രണ്ടാമതുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പം ട്യൂബിലായിരിക്കാം. ട്യൂബിലുണ്ടാകുന്ന ബ്ലോക്സ്, അല്ലെങ്കിൽ വയറ്റിനകത്ത് മുമ്പ് സർജറി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. നമ്മളുടെ നാട്ടിൽ വളരെ കോമണുമാണ്. അപ്പോൾ ഈ കണ്ടീഷനിലും യൂട്രസിൻ്റെ ചുറ്റും, ഗർഭപാത്രത്തിൻ്റെ ചുറ്റും കുറച്ച് ഒട്ടലുണ്ടാവും. അപ്പം ട്യൂബ് ഒട്ടിയിരിക്കാം, ട്യൂബ്സിൽ ബ്ലോക്സ് ഉണ്ടാവാം, ചിലപ്പം ട്യൂബിൽ വെള്ളം കെട്ടിയിരിക്കാം. അപ്പം ഇത്തരം കണ്ടീഷൻസിൽ ഈ ട്യൂബ് വഴിയാണ് അണ്ടം യൂട്രസിനകത്ത് എത്തിപ്പെടേണ്ടത്. ട്യൂബിലുണ്ടാവുന്ന ബ്ലോക്സ്, ഒട്ടൽ, അല്ലെങ്കിൽ വെള്ളം അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ഇതെല്ലാം എഗ്ഗ് യൂട്രസിനകത്ത് എത്താതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഇതിലത്തെ പലതും സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പക്ഷേ ഇതാദ്യം കൺസൾട്ട് ചെയ്യും, കണ്ടുപിടിക്കുകയും വേണം. പിന്നെ ഉള്ളൊരു സെറ്റ് റീസൺസ് ഓവറിയിലാണ്, ഓവുലേഷൻ ഉണ്ടാവാത്ത കാരണങ്ങളാണ്. അപ്പം കറക്റ്റായിട്ട് പീരീഡ് വരാത്ത ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. കറക്റ്റായിട്ട് പീരീഡ് വരുന്ന ഒരാൾക്ക് മാത്രമേ കൃത്യമായിട്ട് ഓവുലേഷൻ ഉണ്ടോ എന്നുള്ളതോ, അല്ലെ അവരുടെ ഒരു മാസക്കുള്ളി മുതൽ അടുത്ത മാസക്കുള്ളിയുടെ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഏത് സമയമാണ് ഫെർട്ടൈൽ, ഏത് സമയത്ത് ട്രൈ ചെയ്യണം എന്നുള്ള അറിവ് കൃത്യമായി പീരീഡ് വരുന്നൊരു കുട്ടിക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇറഗുലറായിട്ട് പീരീഡ് വരുന്ന ഒരാൾക്ക് ചിലപ്പം 3 മാസത്തൊരിക്കൽ പീരീഡ് വരുന്നുണ്ടാവും, ചിലപ്പം 2 മാസത്തൊരിക്കൽ പീരീഡ് വരുന്നുണ്ടാവും, ചിലപ്പോൾ എല്ലാ മാസവും വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എപ്പോഴാണ് അവർ ഓവുലേറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് അവർക്ക് അണ്ടോൽപാദനം വരുന്നത്, എപ്പോഴാണ് ട്രൈ ചെയ്യേണ്ടത്, ഇതവർക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല. അപ്പം ഇത്തരം ഒരു കപ്പിൾ കുറച്ച് നേരത്തെ കൺസൾട്ട് ചെയ്യാം. റെഗുലറായി പീരിയഡ്സ് ഇല്ലാത്തപ്പോൾ അവർക്ക് ഓവുലേഷൻ ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വഴിയില്ല ചെക്ക് ചെയ്യുന്നവരെ. പുരുഷന്മാരിൽ വന്ധ്യതയുടെ കാരണങ്ങൾ വേറെയാണ്. സിമ്പിളായ ഒരു സെമൻ ടെസ്റ്റിൽ അറിയാൻ പറ്റുന്നതാണ്. ഇതാണ് പുരുഷന്മാരിൽ ചെയ്യുന്ന ആദ്യ പരിശോധന. അപ്പം സെമൻ ടെസ്റ്റിൽ എന്തെങ്കിലും കുഴപ്പം കാണുവാണെങ്കിൽ, എന്നുവെച്ചാൽ സെമൻ ടെസ്റ്റിൽ നമ്മൾ കാര്യമായി നോക്കുന്നത് ബീജത്തിൽ അണുക്കളുണ്ടോ, അണുക്കളുടെ എണ്ണം എങ്ങനെ, അതിൻ്റെ ചലനശേഷിയിലെ മോട്ടിലിറ്റി എങ്ങനെ, ചിലതിൽ മോർഫോളജി എന്ന് പറയും, സ്പേമിൻ്റെ രൂപം, ആ കാര്യത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഇതിലെന്തെങ്കിലും കാണുവാണെങ്കിലാണ് അവർക്ക് കൂടുതലായ പരിശോധനകൾ, ഹോർമോൺ ലെവൽസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡോപ്ലർ സ്കാനിങ്, അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി വരാറില്ല. സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ആദ്യ ടെസ്റ്റിൽ തന്നെ ചെക്ക് ചെയ്യാനുള്ളൊരു കുഴപ്പമുണ്ടോ, കൂടുതലായ ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണോ എന്നുള്ളത് ഇതിൽ തന്നെ അറിയാൻ പറ്റും. രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു കാര്യം കോമൺ ആണ്. ഇന്നത്തെ ഒരു മെയിൻ പ്രോബ്ലം ഒബീസിറ്റിയാണ്. വരുന്ന ഇൻഫെർട്ടിലിറ്റി ആയി വരുന്ന മിക്ക പേഷ്യൻസും ഒബീസാണ്.